ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഒരു സക്സസ് സ്റ്റോറിയെ പറ്റിയിട്ടാണ് കേട്ടോ. സാധാരണ ഒരുപാട് പേര് ഇപ്പോൾ ഹസ്ബൻഡ് അബ്രോഡുള്ള ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ള ആളുകൾ വിസിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകാറുണ്ടല്ലോ. ഏറെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് എല്ലാവരും വിസിറ്റിങ്ങിന് വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മളോട് സക്സസ് സ്റ്റോറി ഷെയർ ചെയ്ത ആളും അതുപോലെ തന്നെ ഏറെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഹസ്ബൻഡിനെ കാണാനായിട്ട് പോയത്. 2 മാസം കടന്നുപോയി, തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു മാസമായി. ആ ഒരു സമയത്ത് പ്രഗ്നൻസി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് നമ്മുടെ ചാനൽ കണ്ട് അത് ഫോളോ ചെയ്തിട്ട് കൃത്യം 1 മാസത്തിനുള്ളിൽ പ്രഗ്നൻ്റ് ആയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സക്സസ് സ്റ്റോറിയാണ് ഞാൻ ഇവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിൽ ഞാൻ 1 മാസം കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ട ടിപ്സ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കൃത്യമായിട്ട് ഫോളോ ചെയ്തു. അതിൽ ഗ്രാമ്പു വെള്ളം 2 മാസം കുടിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ പ്രത്യേകിച്ച് റിസൾട്ട് ഒന്നും തന്നെ ഗ്രാമ്പു വെള്ളം കുടിച്ചപ്പോൾ കിട്ടിയില്ല. എഗെയിൻ 3-ാമത്തെ മാസവും കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ബാക്കിയുള്ള ടിപ്സുകളും ഒക്കെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പോസിറ്റീവ് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ആ ടിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് പീരിയഡ്സിൻ്റെ ഫസ്റ്റ് ഡേ മുതൽ നമുക്ക് അടുത്ത പീരിയഡ്സ് ഡേ വരെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രഗ്നൻ്റ് ആകാം എന്നുള്ള വിഷയത്തെ പറ്റിയിട്ടാണ്. ഓരോ സ്റ്റേജും ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പീരിയഡ്സിൻ്റെ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഓവുലേഷൻ്റെ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഓവുലേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായിട്ട് പറയുന്നത് കൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കേൾക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പീരിയഡ്സിൻ്റെ സമയത്ത് നമുക്ക് എപ്പോഴാണോ പീരിയഡ്സ് തുടങ്ങുന്നത് ആ ഒരു ഡേറ്റിനെയാണ് നമ്മൾ ഡേ 1 എന്ന് കൺസിഡർ ചെയ്യുന്നത്. ഈ ഡേ 1 നമുക്ക് ബ്ലീഡിങ് തുടങ്ങുന്ന ദിവസത്തിനെ വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട്. സ്പോട്ടിങ് തുടങ്ങുന്ന ദിവസത്തിനെ നിങ്ങൾ ഡേ 1 ആയിട്ട് കൺസിഡർ ചെയ്യരുത്. സെക്കൻഡ് ഡേയിൽ നമുക്ക് ഫ്ലോ കുറച്ച് കൂടുതലായിട്ടുണ്ടാകും. ഫസ്റ്റ് ഡേയിൽ നമുക്ക് ജസ്റ്റ് സ്പോട്ടിങ്ങും മൈൽഡായിട്ടുള്ളൊരു ബ്ലീഡിങ്ങും മാത്രമായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. അതിനുശേഷം സെക്കൻഡ് ഡേ മുതലായിരിക്കും നമുക്ക് ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സെക്കൻഡ് ഡേയുടെ സമയത്ത് നിങ്ങൾ ഇഞ്ചി ഇട്ട വെള്ളമോ അല്ലെങ്കിൽ പപ്പായയോ അല്ലെങ്കിൽ പൈനാപ്പിളോ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇഞ്ചി ചതച്ചിട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതും അതുപോലെ പപ്പായ കഴിക്കുന്നതും അതുപോലെ പൈനാപ്പിൾ കഴിക്കുന്നതും നമ്മുടെ യൂട്രസിൽ ഉണ്ടാകുന്ന ആ പീരിയഡ്സിൻ്റെ ആ സമയത്തുണ്ടായിട്ടുള്ള ബ്ലഡ് കംപ്ലീറ്റ് ആയിട്ട് പുറത്ത് പോയിട്ട് നമ്മുടെ യൂട്രസ് ഒന്ന് ശുദ്ധീകരിക്കുന്നതിന് ഇത് സഹായിക്കുന്നു. ഈ യൂട്രസിൽ ബ്ലഡ് കെട്ടിക്കിടക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സ്പോട്ടിങ്ങും അതുപോലെ ബ്ലീഡിങ് ഒക്കെ മിഡ് സൈക്കിൾ ബ്ലീഡിങ് പോലെ നമുക്ക് ഉണ്ടാകാനായിട്ട് കാരണമാവുന്നത്. അതൊന്ന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും നമ്മുടെ യൂട്രസ് ഒന്ന് ക്ലീൻ ആക്കാനായിട്ടും വയറ് കഴുകുക എന്ന് പറയില്ലേ, നമ്മുടെ യൂട്രസ് ഒന്ന് ക്ലീൻ ആക്കാനായിട്ട് ഈ ഒരു പ്രവർത്തനം നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ പീരിയഡ്സിൻ്റെ സെക്കൻഡ് ഡേ നിങ്ങൾക്ക് കൂടുതലായിട്ട് ബ്ലീഡിങ് ഉണ്ടാവുന്ന ആ ഒരു സെക്കൻഡ് ഡേ ഇഞ്ചി തിളപ്പിച്ചിട്ട് വെള്ളം കുടിക്കാനോ അതല്ലെങ്കിൽ പപ്പായ കഴിക്കാനോ പൈനാപ്പിൾ കഴിക്കാനായിട്ടോ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനുശേഷം പീരിയഡ്സിൻ്റെ 3rd ഡേ മുതലാണ് നമ്മുടെ ഓവുലേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് എല്ലാവർക്കും തന്നെ അറിയാമല്ലോ അല്ലേ. ഒരു കൂട്ടം ഫോളിക്കിൾസ് ആ ഒരു ഓവുലേഷന് വേണ്ടിയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് തയ്യാറാകുന്നത് ആ ഒരു പീരിയഡ്സിൻ്റെ 3rd ഡേ മുതലാണ്. അപ്പോൾ പീരിയഡ്സിൻ്റെ 3rd ഡേ മുതൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഓവുലേഷനെയാണ്. അപ്പോൾ നമുക്ക് പീരിയഡ്സിൻ്റെ 3rd ഡേ മുതൽ എന്തെല്ലാം ശ്രദ്ധിക്കാമെന്ന് നോക്കാം. പീരിയഡ്സിൻ്റെ ആ ഒരു 3rd ഡേ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഡേ മുതലൊക്കെ നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് സീഡ് സൈക്ലിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ഓവറീസിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് ഇത് സഹായിക്കുന്നു. നമ്മളിലുണ്ടാകുന്ന ഹോർമോണൽ ഇംബാലൻസ് മാറ്റുന്നതിന് ഇത് സഹായിക്കുന്നു. സാധാരണയായിട്ട് സീഡ് സൈക്ലിങ്ങിന് ഉപയോഗിക്കുന്ന സീഡുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യും. ബ്ലഡ് സർക്കുലേഷൻ ഈ ഒരു സമയത്ത് ഓവറീസിലോട്ട് ഇൻക്രീസ് ആയിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുമൂലം ഓവറീസിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുമൂലം നമ്മുടെ എഗ്ഗിൻ്റെ ഗ്രോത്തും എഗ്ഗിൻ്റെ പ്രൊഡക്ഷനും എഗ്ഗിൻ്റെ ക്വാളിറ്റിയും ഇൻക്രീസ് ചെയ്യുന്നതിന് ഇത് സഹായിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ടും ആ ഒരു സമയത്ത് നമ്മുടെ ക്വാളിറ്റി ഉള്ള ഒരു എഗ്ഗ് പ്രൊഡ്യൂസ് ആകാൻ വേണ്ടിയിട്ടും എഗ്ഗിന് ക്വാളിറ്റി കൊടുക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവോക്കാഡോ കഴിക്കുന്നത് നല്ലതാണ്, ഓറഞ്ച് കഴിക്കുന്നത് നല്ലതാണ്, പേരയ്ക്ക കഴിക്കുന്നത് നല്ലതാണ്, നട്ട്സ് കഴിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എഗ്ഗിന് എങ്ങനെയാണ് അഡീഷണൽ ക്വാളിറ്റി കൊടുക്കാൻ കഴിയുന്നത് എന്ന് നിങ്ങളാൽ കഴിയുന്ന രീതിക്ക് നിങ്ങൾ ക്വാളിറ്റി കൊടുക്കുക. ഭക്ഷണങ്ങളിൽ ഇതെല്ലാം നിങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്ലോസ് വാട്ടർ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മൂന്നാമത്തെ അല്ല കേട്ടോ, 4ാമത്തെ പോയിൻ്റാണ് കേട്ടോ, സോറി. ഇതിൽ ക്ലോസ് വാട്ടർ കുടിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഗ്രാമ്പു ഇട്ടിട്ടുള്ള വെള്ളം കുടിക്കുന്നത് നമ്മുടെ ആ ഒരു എഗ്ഗിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിനും നമുക്ക് ഓവുലേഷൻ നടക്കുന്നതിനുമൊക്കെ ഒരുപാട് സഹായിക്കും. അപ്പോൾ ഈ ഒരു ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഒരു 3rd ഡേ മുതൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും കേട്ടോ. അടുത്തത് ഇനി ഓവുലേഷൻ സമയം.
ഓവുലേഷനുള്ള ആ ഒരു എക്സാക്റ്റ് ദിവസം നമുക്ക് അടുക്കുന്നതിന് മുൻപായിട്ട് ഒട്ടുമിക്ക സ്ത്രീകളിലും ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണ് സെർവിക്കൽ മ്യൂക്കസ്. ഈ സെർവിക്കൽ മ്യൂക്കസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചമുട്ടയുടെ വെള്ള പോലെയുള്ള ഒരു ഡിസ്ചാർജ് ആയിരിക്കും ഇതുണ്ടാകുന്നത്. വേറൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വെണ്ടയ്ക്ക അരിയില്ലേ, ആ വെണ്ടയ്ക്ക നമ്മൾ അരിയുന്ന ഒരു സമയത്ത് ആ വെണ്ടയ്ക്കയിലൊരു വഴുവഴുപ്പ് ഉണ്ടാകും. ഇത്തരത്തിലുള്ളൊരു വഴുവഴുപ്പായിട്ടുള്ള ഒരു ടെക്സ്ചർ ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. ഈ ഒരു ടെക്സ്ചർ നമുക്ക് ഓവുലേഷൻ തുടങ്ങുന്നതിന് ഒരു 3-4 ദിവസം മുമ്പൊക്കെ ഒന്ന് സ്റ്റാർട്ടായിട്ട് ഓവുലേഷൻ നടക്കുന്ന എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ദിവസം അതൊരു പീക്കിലോട്ടോ ഒരു ഉയരത്തിലോട്ടോ അതങ്ങ് എത്തുക ആ ദിവസം നമുക്ക് കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങളൊരു എക്സാക്റ്റ് ആയിട്ടുള്ളൊരു ഓവുലേഷൻ ദിവസം നിങ്ങൾ എത്തിത്തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നാണോ നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കുന്നത് അതിനേക്കാളും ഒരു 3 ദിവസം മുമ്പും ഒരു 2 ദിവസം ശേഷവും നിങ്ങൾ മസ്റ്റായിട്ട് ഫിസിക്കൽ കോൺടാക്റ്റ് ചെയ്യണം. ഇൻ കേസ് നിങ്ങൾക്കൊരു ഓവുലേഷൻ ദിവസം മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ബാക്കി 2 ദിവസവും അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് അതിന് മുമ്പുള്ള 3 ദിവസവും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ഹസ്ബൻഡിൻ്റെ സ്പേം എത്തുകയും അതുവഴി നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഓവുലേഷൻ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ഓവുലേഷൻ ദിവസത്തിന് മുൻപ് തന്നെ നിങ്ങൾ ഫിസിക്കൽ കോൺടാക്റ്റ് ചെയ്ത് തുടങ്ങണമെന്നും അത് കഴിഞ്ഞിട്ടും 1-2 ദിവസം കൂടി നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്നും പറയുന്നത് അതുകൊണ്ടാണ്. ഇനി നിങ്ങൾക്ക് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പ്രശ്നമില്ല, ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഓവുലേഷൻ്റെ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഓവുലേഷൻ കഴിഞ്ഞിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് നോക്കാം. ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യങ്ങൾ, ഇൻ്റർകോഴ്സ് നിങ്ങൾ ചെയ്യരുത്. ഇൻ്റർകോഴ്സ് ചെയ്യരുത് എന്ന് പറയാനായിട്ടുള്ള കാര്യം, ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഫിസിക്കൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ബോഡിയിലോട്ട് പ്രഷർ കൊടുക്കുന്നതിനും അതുപോലെ തന്നെ ചിലവർക്ക് യൂട്രസിൽ കോൺട്രാക്ഷൻസ് ഉണ്ടാകുന്നതിനും ഇത് കാരണമാകുന്നു. അതൊന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓവുലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിസിക്കൽ കോൺടാക്റ്റ് ചെയ്യരുത് എന്ന് പറയുന്നത്. ഇതെല്ലാവരും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാറില്ല. ഇങ്ങനെ ചെയ്തിട്ടും പ്രഗ്നൻ്റ് ആകുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും ശരീരപ്രകൃതി ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ഒരുപാട് നാളുകളായിട്ട് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരൊക്കെ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത് നല്ലതാണ്. അതായത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് കോൺടാക്റ്റ് വേണ്ട. ഇനി ജസ്റ്റ് ന്യൂലി മാരീഡ് ആയിട്ടുള്ള കപ്പിൾസ് ആണെങ്കിൽ അവരെ ഒരു മെത്തേഡ് ഓപ്റ്റ് ചെയ്യണമെന്നില്ല. കാരണം അവർ ചിലപ്പോൾ ഫസ്റ്റായിട്ട് ട്രൈ ചെയ്ത് തുടങ്ങുന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ അപ്പം തന്നെ അത് ശ്രദ്ധിക്കണമെന്നൊരു കാര്യമില്ല. നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, 2 വീലറിലുള്ള യാത്ര നിങ്ങൾ കഴിവതും ഒഴിവാക്കുക. അതുപോലെ തന്നെ ഓട്ടോയിലുള്ള യാത്ര നിങ്ങൾ കഴിവതും ഒഴിവാക്കുക. ബസ്സിലുള്ള സമയത്ത് നമ്മൾ നടുക്കുള്ള സീറ്റുകൾ ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ലോങ് ട്രാവൽ കഴിവതും നിങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒട്ടും പറ്റുന്നില്ല എങ്കിൽ മാത്രം ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുക കേട്ടോ. ഏറ്റവും ലാസ്റ്റായിട്ട് പറഞ്ഞ കാര്യമാണ്, എല്ലാ ദിവസവും ഈ രണ്ട് നേരത്തെ 30 മിനിറ്റോളം ഫെർട്ടിലിറ്റി എക്സസൈസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ചെയ്ത എക്സസൈസുകൾ ഏതൊക്കെയാണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ടർഫ്ലൈ എക്സസൈസ്, ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ്, വീരഭദ്രാസന, മാലാസന എക്സസൈസ്, മാലാസന വോക്ക് എക്സസൈസ്. ഇതൊക്കെയാണ് 30 മിനിറ്റോളം രാവിലെയും രാത്രിയും എന്നുള്ള രീതിക്ക് ഫോളോ ചെയ്തത്. 2 പേരും ഹസ്ബൻഡും വൈഫും ഈ ഒരു എക്സസൈസ് ഫോളോ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് സക്സസ് റിസൾട്ട് കിട്ടി. ഇപ്പോൾ നാട്ടിലോട്ട് തിരിച്ചെത്തി, പ്രഗ്നൻസി പോസിറ്റീവ് ആണെന്ന് കൺഫേം ചെയ്തു, സ്കാൻ ചെയ്തു. എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു സക്സസ് സ്റ്റോറി നമ്മളായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ഈ ഒരു കുട്ടിക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ഉണ്ടാകുന്നതിനും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡെലിവറി നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും പ്രതീക്ഷ വെച്ചിട്ട് പ്രഗ്നൻസി ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്കും കിട്ടും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും.
അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.